വെറുതെ ഒരു പെന്തിക്കോസ്തുകാരനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അനുഭവങ്ങൾ വേണം. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ കഴിയുന്ന അനുഭവങ്ങൾ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ വിഷ്ണു തിരുവനന്തപുരം എന്ന ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞങ്ങൾ ഒരു വീഡിയോ ആക്കുകയുണ്ടായി. എന്താണ് ക്രിസ്തു വരാൻ താമസിക്കുന്നത് എന്ന ചിന്തയായിരുന്നു അദ്ദേഹം ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചത്. വിഷ്ണു തിരുവനന്തപുരം എന്നയാളിനെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞങ്ങൾ നിരന്തരം ശ്രദ്ധിക്കാറുണ്ട്. ഒന്നിനൊന്ന് ഹൃദയത്തെ തുളയ്ക്കുന്ന പോസ്റ്റുകൾ, ഒന്നിനൊന്ന് മികച്ച അനുഭവങ്ങൾ. ഈ അടുത്ത ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ്. വിഷ്ണു ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ആരുടെയും ഹൃദയത്തെ കവരുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിശയിച്ചു പോകുന്ന വിധം അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം എഴുതിയ പോസ്റ്റ് ഞങ്ങൾ അതുപോലെ ഇവിടെ പറയുകയാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. ആ അനുഭവങ്ങൾക്ക് അപ്പുറം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് എന്നത് മനസ്സിലാക്കണം. വിഷ്ണു തിരുവനന്തപുരം എഴുതിയ ലേഖനത്തിലേക്ക്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ സുവിശേഷം അറിയിക്കുന്ന സമയം. ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. വാട്സാപ്പിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങുന്നു. താല്പര്യമുള്ളവർക്ക് നമ്പർ തരാം. അങ്ങനെ കുറച്ചു പേർ നമ്പർ തന്നു. അതിൽ ജോമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളും തന്നു നമ്പർ. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു വരുന്ന സമയം അവളുമായി പരിചയപ്പെട്ടു. നല്ല ഫ്രണ്ട്സായി മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നു. വിഷ്ണു, അടുത്ത മാസമാണ് എൻ്റെ കല്യാണം. എനിക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ല. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഉടൻ തന്നെ മറുപടി കൊടുത്തു, പറ്റില്ല, എനിക്ക് സാമ്പത്തികമില്ല. സുവിശേഷ വേലയോടൊപ്പം ചെറിയ കൂലിപ്പണികൾ ചെയ്തു വരുന്നു, അത്ര തന്നെ. പെൺകുട്ടി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് ഈ പെൺകുട്ടി തൃശ്ശൂർ ദയാ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ കാഷ്യറായി ജോലി ചെയ്യുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാനിടയായി. എനിക്ക് പറയാൻ എൻ്റെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അമ്മ സുഖമില്ലാത്ത വ്യക്തിയാണ്. അച്ഛനില്ല, മരണപ്പെട്ടു. ഈ വിഷയം അമ്മൂമ്മയോട് അവതരിപ്പിച്ചപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. തൃശ്ശൂരുള്ള ഒരു ദൈവദാസനെ ഞാൻ വിളിക്കുകയും ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാന്തരം അവളുടെ വീട്ടുകാരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവൾ എന്നെ വിളിച്ചതോ പറഞ്ഞതോ ഒന്നും അവളുടെ വീട്ടിൽ അറിയിച്ചില്ല. ആ പാസ്റ്റർ പറഞ്ഞു, ഒരു പയ്യൻ കാണാൻ വരുന്നുണ്ട്, 23 വയസ്സ് പ്രായമുണ്ട്, വരട്ടെ, കാണട്ടെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ട്രെയിൻ കയറി അവിടെ എത്തി. അവർക്കിഷ്ടപ്പെട്ടു. ഉടൻ വിവാഹം നടത്തണം എന്ന് തന്നെ. ഞാൻ എൻ്റെ സഭയിലും കാര്യങ്ങൾ അവതരിപ്പിച്ചു. പാസ്റ്റർക്കും താല്പര്യമില്ല. കാരണം പെൺകുട്ടിക്ക് സാമ്പത്തികമില്ല, നിനക്കും സാമ്പത്തികമില്ല, അവൾക്കും സാമ്പത്തികമില്ല. എങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നായി ചോദ്യം. ഞാൻ അറിയാതെ പെൺകുട്ടിയെ പാസ്റ്ററുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു, അവന് സാമ്പത്തികമില്ല, സാമ്പത്തികമുള്ള പെൺകുട്ടിയെ നോക്കുന്നു, നീ ഇതിൽ നിന്ന് മാറണം. ഇത് കേട്ട പെൺകുട്ടി തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇത് അറിഞ്ഞ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി അവളെ കല്യാണം കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. സാമ്പത്തികമില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകട്ടെ എന്ന് തീരുമാനം. അവൾക്കും സമ്മതമായിരുന്നു. ഒരുവിധം അവസാനം എൻ്റെ പള്ളിയിലെ പാസ്റ്ററെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ 2018 ഓഗസ്റ്റ് 15 എൻഗേജ്മെൻറ്റ് ഞാൻ പോകുന്ന സഭയിൽ നടത്തി. ആഗസ്റ്റ് 30 കല്യാണം പെൺകുട്ടിയുടെ വീട്ടിൽ നടത്തി. ഒരു ചെറിയ വണ്ടി വിളിച്ച് തൃശ്ശൂർ പോയി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 15 ആളുകളുണ്ടായിരുന്നു. നല്ല വിവാഹ ശുശ്രൂഷ അവിടെ ലളിതമായി നടത്തി. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു. 1 വർഷം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പിന്നീട് നമ്മൾ യോജിച്ചു പോകാൻ കഴിയാതെയായി. അടിയായി, ബഹളമായി. ഒരു തരത്തിലും യോജിച്ചു പോകുന്നില്ല. അങ്ങനെ അവൾ പിണങ്ങി അവളുടെ വഴിക്ക് പോയി. ഞാൻ നിരീശ്വരവാദിയായി വേറെ വഴിക്ക് പോയി. 4 വർഷം നിരീശ്വരവാദിയായി മുന്നോട്ട് പോയി. വളരെ വലിയ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചെടുത്തു നിരീശ്വരവാദത്തിൻ്റെ. പല സ്ഥലങ്ങളിലും നിരീശ്വരവാദത്തെ ഉയർത്തിക്കാട്ടി. പല വിശ്വാസികളെയും പിറകോട്ട് വലിച്ചു. ആശയമായി ഞാൻ അവരോട് പോരാടി.
അതിൽ ചിലർ വീണു. ദൈവം ഒരു ദൈവദാസനെ എൻ്റെ അടുക്കൽ യാദൃച്ഛികമായി അയച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറഞ്ഞു. അത് ഞാൻ ചിരിച്ചു തള്ളി, പുച്ഛിച്ചു. വീണ്ടും അദ്ദേഹം വരുന്നു, ആലോചന പറയുന്നു, കേട്ടില്ല. അപ്പോഴാണ് ഒരു നടുവേദന സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് നട്ടലിൻ്റെ സൈഡിൽ ഉള്ള ബോളാണ് പ്രശ്നം. അങ്ങനെ തളർന്ന് 1 വർഷം അനങ്ങാൻ കഴിയാതെ കിടന്നു. ഓപ്പറേഷൻ വേണം എന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു. ചെയ്യാൻ സാമ്പത്തികവുമില്ല. കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത്തിരി ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ പോയി കല്യാണം കഴിച്ച പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. നമുക്ക് ജീവിതത്തിൽ തുടർന്നു പോകണമെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരൻ ആയിരുന്നാൽ പോരാ, യേശുവിൻ്റെ സ്വഭാവം പോലെ ആയിത്തീരാൻ ശ്രമിക്കണം എന്ന ബോധ്യം വന്നു. പക്ഷേ അതൊരു ദിവസം കൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ദിനംതോറും ശ്രമിക്കാം എന്ന തീരുമാനമെടുത്തു. രാത്രി ഞങ്ങൾ കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നടുവേദന കൂടി. ഒടിഞ്ഞു പോകും പോലത്തെ വേദന. ഞാൻ മരിച്ചു പോകും എന്ന് തന്നെ എനിക്ക് തോന്നി. ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വേദന പെട്ടെന്ന് മാറി. പിന്നെ അവിടെ വേദനയില്ല. അതിന്നും ഒരു അത്ഭുതമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചു പള്ളിയിൽ പോകുന്നു, എല്ലാവരെയും പോലെ ആരാധിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഗുണപ്പെട്ടില്ല. അതാണ് സത്യം. പിന്നെയാണ് ബോധ്യം വന്നത്, നമ്മുടെ സ്വഭാവം മാറാതെ താഴ്മ ധരിക്കാതെ സുവിശേഷം അറിയിച്ചതുകൊണ്ടോ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആദ്യം പറയുന്നത്, അങ്ങയുടെ സ്വഭാവം ഞങ്ങൾക്ക് തരണമേ, അങ്ങ് ഞങ്ങളെ വഴി നടത്തണം, ഞങ്ങൾക്ക് സാമ്പത്തികമല്ല ആവശ്യം, അങ്ങ് ഞങ്ങളെ നടത്തണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദൈവം അവിടെ വലിയ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവം പഠിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടും 2 വഴിക്കാകുമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺകുട്ടികളെ ദൈവം തന്നു. ദൈവം ഉപജീവന മാർഗത്തിന് വഴി കാണിച്ചു തന്നു. ഒന്നിനും മുട്ടില്ലാതെ ഞങ്ങളുടെ ആവശ്യം നടന്നു പോകാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. വസ്ത്രത്തിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ദൈവം ആരിൽ കൂടിയെങ്കിലും അത് വാങ്ങിത്തന്നിരിക്കും. അങ്ങനെ ഓരോരുത്തർ വാങ്ങിത്തന്നു. വാങ്ങിത്തന്ന അലമാരയിൽ സ്ഥലമില്ലാതെയായി. അങ്ങനെ നശിക്കാതെ നമ്മളായി. ദൈവം ഒരുക്കിത്തന്ന ജോലിയും അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികവും ഒരംശവും സാധുക്കൾക്ക് കൊടുക്കാനും തുച്ഛമാണെങ്കിലും അവർക്കും കൊടുക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. ഒരു ചെറിയ വീടുണ്ട്, പക്ഷേ അടുക്കളയില്ല. വെളിയിൽ ഞങ്ങൾ പാചകം ചെയ്യും. മഴ വന്നാൽ പെട്ടു. പക്ഷേ ഒരു പരാതിയും ഞങ്ങൾക്കില്ല. കർത്താവ് ഞങ്ങൾക്ക് അടുക്കള തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തരട്ടെ. തന്നില്ലെങ്കിലും കുഴപ്പമില്ല. വെളിയിലിട്ട് ഞങ്ങൾ കത്തിച്ച് ആഹാരം ഉണ്ടാക്കി കഴിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചെറിയ വിഷയം ഇത് വായിക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. അങ്ങനെ 2018 പ്രളയം ജീവിതത്തിലുടനീളം അടിച്ച കാലഘട്ടങ്ങളിൽ കടന്നുപോയി ഇവിടം വരെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സുവിശേഷവും അറിയിച്ചു പോകുന്നു. ജോമോൾ, വിഷ്ണു. അങ്ങനെ പോസ്റ്റ് അവസാനിക്കുകയാണ്. ജോമോൾക്കും വിഷ്ണുവിനും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാശംസകളും.